ഹായ് ഓൾ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട IO ബസ്സിൽ USB നമ്മൾ കണ്ടില്ലായിരുന്നു. ആ USB-യെ പറ്റിയാണ് ഇന്ന് കാണാനായിട്ട് പോകുന്നത്. USB-യുടെ ഫുൾ ഫോം യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നാണ്. യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, അതായത് പെരിഫറൽ ഡിവൈസസ് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് USB എന്ന് പറയുന്നത്. USB-യിൽ ഡേറ്റ സെൻഡ് ചെയ്യുന്നത് സീരിയൽ ആയിട്ടാണ്. സീരിയൽ ഡേറ്റ സ്ട്രീമാണ് USB-യിൽ ഉള്ളത്. USB was designed to standardize the connection of peripherals to personal computers, both to communicate with and to supply electric power. It has largely replaced interfaces such as serial ports and parallel ports. പണ്ട് കാലങ്ങളിൽ സീരിയൽ പോർട്ടുകളിലേക്കും പാരലൽ പോർട്ടുകൾ വഴിയായിട്ട് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരുന്ന ഡിവൈസസ് ഒക്കെ കറൻ്റ്ലി USB കണക്ടേഴ്സ് ഉണ്ട്. അത് വെച്ചിട്ട് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാം. ഈ പോർട്ടുകളൊക്കെ ഞാൻ ഫിഗറായിട്ട് നിങ്ങൾക്ക് കാണിക്കാം. അതുപോലെ തന്നെ USB-ക്ക് പല വേർഷൻസ് ഉണ്ട് കേട്ടോ. USB 1, 2, 3 കറൻ്റ്ലി ഇറങ്ങിയിട്ടുള്ള 2019 USB 4 വേർഷൻ ഇറങ്ങി. ഈ ഓരോ വേർഷനും നമ്മൾ സ്പീഡിൽ വ്യത്യാസമുണ്ട്. USB VA 1-നേക്കാളും കൂടുതലായിരിക്കും 2-ന്, അതിലും കൂടുതലായിരിക്കും 3-ക്ക്. ഏറ്റവും ഫാസ്റ്റാണ് 4 എന്ന് പറയുന്നത്. കറൻ്റ്ലി ഏറ്റവും പുതിയ വേർഷൻസ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് നിങ്ങളുടെയൊക്കെ കമ്പ്യൂട്ടർ എടുത്തിട്ടുള്ളതാണെങ്കിൽ മിക്കവാറും USB 3 കാറ്റഗറിയിൽ സ്പീഡിൻ്റെ ബേസിസിലാണിങ്ങനെ പല ജനറേഷൻസ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി USB ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഫിഗർ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു USB കണക്ടർ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ കീബോർഡിൻ്റെ മൗസിൻ്റെ ഒക്കെ അറ്റത്ത് നിങ്ങൾ കാണുന്ന ഒരു കണക്ടർ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ USB എന്ന് പറയുന്നത്. ഈ USB കണക്ടർ നമ്മളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഇതിൽ കയറാൻ പാകത്തിനുള്ളൊരു പോർട്ട് ഉണ്ടായിരിക്കും. എപ്പോഴും കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ പെരിഫറൽ ഡിവൈസസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിലുള്ള ആ ഒരു സ്ലോട്ടുകളെ നമ്മൾ പോർട്ടുകൾ എന്നായിരിക്കും പറയുന്നത്. ആ പോർട്ടുകൾക്ക് യോജിച്ച കണക്ടേഴ്സ് വേണം ഡിവൈസസിൽ ഉണ്ടായിരിക്കാൻ. പിന്നെ നമ്മുടെ ഒരു കമ്പ്യൂട്ടറിലെ കണക്ടറാണ്. പിന്നെ ഇത് നമ്മുടെ ഒരു മൊബൈലിൻ്റെ, നമ്മുടെ ചാർജറിൻ്റെ അറ്റത്തുള്ളത്. ഇതും USB ആണ് കേട്ടോ. അപ്പം ഇവർ തമ്മിൽ സൈസിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത്. സൈസിൻ്റെ ഡിഫറൻസിൽ നമുക്ക് USB-യെ തിരിക്കാം. അപ്പോൾ ഇതൊരു സാധാരണ USB ആണ്. ഇതൊരു മൈക്രോ USB ആണ്. അപ്പോൾ പല സൈസിലുള്ള USBs ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. മിനി USB ഉണ്ട്. ഒരേക്ക് മൊബൈൽ ചാർജറൊക്കെ ഈ ഒരു ഇത്തിരി വിട്ട് കൂടിയ രീതിയിലായിരുന്നു USBs ചാർജേഴ്സ് വന്നിരുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് കണ്ടോ, മൈക്രോ. ഇപ്പം നമ്മൾ കറൻ്റ്ലി നമ്മുടെ മൊബൈൽ ഫോൺസിൽ യൂസ് ചെയ്യുന്നത് മൈക്രോയാണ്. സിസ്റ്റത്തിൽ സാധാരണ യൂസ് ചെയ്യുന്നത് USB ആണ്. അപ്പോൾ കറൻ്റ്ലി നമ്മളുടെ ഓൾമോസ്റ്റ് എല്ലാ പെരിഫറൽ ഡിവൈസസും, പ്രിൻ്റർ ആണെങ്കിലും സ്കാനർ ആണെങ്കിലും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കീബോർഡ്, മൗസ്, ഇതിനെല്ലാം ഇപ്പം നിലവിൽ USB കണക്ടേഴ്സാണുള്ളത്. ഈ USB കണക്ടർ കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള USB പോർട്ടുമായിട്ട്, ഇത് ഓരോന്നും പോർട്ടാണ് കേട്ടോ. ഇത് കണക്ടർ, ഇത് പോർട്ടുമായിട്ട് കണക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടെ നോട്ടിൻ്റെ അകത്ത് 2-3 ടേംസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഫിഗർ വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ നോട്ടിൻ്റെ ഉള്ളിൽ ഒരു USB ഹബിനെ പറ്റി പറയുന്നുണ്ട്. USB ഹബ് എന്ന് പറഞ്ഞാൽ ഒരുപാട് USB പോർട്ടുകൾ കൂടി ഒരുപാട് കണ്ടോ, ഇതൊരു ഹബ്ബാണ്. ഇതിൽ ഈ ഒരു ഹബിൽ 4 USB പോർട്ടുണ്ട്. അപ്പോൾ 4 ഡിവൈസ് ഇതുമായിട്ട് കണക്ട് ചെയ്യാം. ഇവിടുന്ന് പോയിരിക്കുന്ന ഒരു USB കേബിളാണ്. ഈ ഒരൊറ്റ USB കേബിള് സിസ്റ്റത്തിൻ്റെ ബാക്കിലോട്ട് അല്ലെങ്കിൽ സിസ്റ്റത്തിലുള്ള USB പോർട്ടുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അങ്ങനെ ഈ ഒരൊറ്റ USB പോർട്ട് കണക്ഷൻ വഴി, ഈ ഒരു ഹബ്ബ് വഴി 4 ഡിവൈസസിനെ കണക്ട് ചെയ്യാവുന്ന ഒരു USB ഹബ്ബാണിത്. അപ്പോൾ അതിൻ്റെ നിങ്ങളുടെ നോട്ട് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് അപ് ടു 127 പെരിഫറൽസിനെ, ഒരു USB ഹബ്ബ് യൂസ് ചെയ്തിട്ട് 127 പെരിഫറൽസിനെ വരെ ഒരൊറ്റ USB പോർട്ടിലേക്ക്, കമ്പ്യൂട്ടറിൻ്റെ ഒറ്റ USB പോർട്ടിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ USB എന്ന് പറയുമ്പോൾ ഏത് ഡിവൈസസിനെ നമുക്ക് അതിൻ്റെ അകത്ത് പറയാം. അതുപോലെ തന്നെ സീരിയൽ പോർട്ടിനേക്കാളും പാരലൽ പോർട്ടിനേക്കാളും, ഇപ്പോൾ കറൻറ്റ്ലി സീരിയൽ പോർട്ടും പാരലൽ പോർട്ട്സ് ഒന്നുമില്ല, അതിനേക്കാളും ഒക്കെ ഒരുപാട് ഫാസ്റ്റാണ് USB എന്ന് പറയുന്നത്.
പിന്നെ നിങ്ങളുടെ നോട്ടിൽ USB 4 ജനറേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള USB 1.1 സ്പെസിഫിക്കേഷൻ സപ്പോർട്ട് ഡേറ്റ റേറ്റ് ഓഫ് അപ് ടു 12 മെഗാബിറ്റ്സ് പെർ സെക്കൻഡ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാനൊരു അസൈൻമെൻ്റ് ആയിട്ട് തരുവാണ്. ഓരോ ജനറേഷൻ്റെയും ഓരോ കാറ്റഗറിയിലും ഉണ്ട്. ഇപ്പോൾ USB 1 1.1 അങ്ങനെ പല പല ഓരോ ഇതിലും ഉണ്ട്. അപ്പോൾ ജനറലി ആ ഓരോ വേർഷൻ്റെ സ്പീഡ് എത്രയാണെന്ന് നിങ്ങൾ നോക്കി വെക്കുക. ഈ പോയിൻറ്റിന് പകരം അത് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ USB ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ കമ്പനിയല്ല, ഒരുപാട് കമ്പനീസ് കൂടി ചേർന്നാണ് USBയുടെ ഡിസൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ സം ഓഫ് ദ മെയിൻ കമ്പനീസ് എന്ന് പറയുന്നത് ഇൻ്റൽ, IBM, മൈക്രോസോഫ്റ്റ്, കോംപാക് ഒക്കെയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ നോട്ടിൽ എല്ലാ കമ്പനീസിൻ്റെ പേര് തന്നിട്ടില്ല, അതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം അതും നിങ്ങൾ നോക്കി കറക്റ്റ് ചെയ്യണം. ഓവർ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് അതുപോലെ തന്നെ USB ഇനിഷ്യലി നമ്മുടെ ആപ്പിളിൻ്റെ iMac കമ്പ്യൂട്ടർ, ആപ്പിൾ പുറത്തിറക്കിയ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ആയിരുന്നു iMac വന്നതോടുകൂടിയാണ് USBക്ക് ഇത്രയധികം പ്രചാരം ഉണ്ടായത്. അതുപോലെ തന്നെ USBയുടെ ഏറ്റവും വലിയൊരു നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സപ്പോർട്ട് പ്ലഗ് ആൻഡ് പ്ലേ ഇൻസ്റ്റലേഷൻ ആൻഡ് ഹോട്ട് പ്ലഗിങ് എന്നുള്ളതാണ് ഒരു മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത്. പ്ലഗ് ആൻഡ് പ്ലേ ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ചൊരു USB ഒരു ഡിവൈസിന് ഒരു USB കണക്ടറാണ് ഉള്ളതെങ്കിൽ ആ ഡിവൈസ് ഡയറക്റ്റായിട്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമുക്ക് കുത്താനായിട്ട് പറ്റും. അഡീഷണൽ സോഫ്റ്റ്വെയർ ഒന്നും ആ ഒരു ഡിവൈസിൻ്റെ ആയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. USBയിൽ എന്ത് കുത്തുന്നോ അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് എടുക്കും. അതാണ് നമ്മൾ പ്ലഗ് ആൻഡ് പ്ലേ എന്ന് പറയുന്നത്. പ്ലഗ് ചെയ്യുക, നമ്മുടെ പെരിഫറൽ ഡിവൈസ് ഏതാണോ അത് USB-ലോട്ട് പ്ലഗ് ചെയ്യുക, അതിനെ പ്ലേ ചെയ്യിക്കുക. അഡീഷണൽ സോഫ്റ്റ്വെയർ ചേഞ്ചസ് ഒന്നും ആവശ്യം ഇല്ല. അതിനാണ് നമ്മൾ പ്ലഗ് ആൻഡ് പ്ലേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹോട്ട് പ്ലഗിങ് ഒക്കെ അതിൻ്റെ ഒരു വേരിയേഷൻ പോലെ വരുന്ന കേട്ടോ. ഹോട്ട് പ്ലഗിങ് എന്ന് പറഞ്ഞാൽ ഹോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് സിസ്റ്റം ഓൺ ആയിട്ടിരിക്കുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ഹോട്ട് എന്ന് പറയുന്നത്. സിസ്റ്റം പവറുള്ള അവസ്ഥ, അതിനാണ് നമ്മൾ ഹോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഹോട്ട് പ്ലഗിങ് എന്ന് പറഞ്ഞാൽ ഓൺ ആയിട്ടിരിക്കുന്ന സിസ്റ്റത്തിൽ ഇത് കുത്തിക്കഴിഞ്ഞാലും USB കുത്തിക്കഴിഞ്ഞാലും USB കറക്റ്റായിട്ട് ഡിറ്റക്റ്റ് ചെയ്യും, വർക്ക് ചെയ്യും. അതിനാണ് നമ്മൾ ഹോട്ട് പ്ലഗിങ് എന്ന് പറയുന്നത്. ചില പോർട്ടുകളിലൊക്കെ കണക്ട് ചെയ്യുന്ന ഡിവൈസസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഓൺ ആയിട്ടിരിക്കുന്ന സമയത്ത് കുത്തിക്കഴിഞ്ഞാലും അത് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലേ എടുത്തു എന്ന് വരത്തുള്ളൂ. അപ്പോൾ USBക്ക് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. കുത്തിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനെ ഡീകോഡ് ചെയ്ത് എടുത്തോളും. പിന്നെ അതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഹോട്ട് സ്വാപ്പബിൾ എന്ന് പറയുന്നത് കേട്ടോ. ഹോട്ട് പ്ലഗിങ് ഹോട്ട് സ്വാപ്പബിളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ മാറ്റി യൂസ് ചെയ്യാനുണ്ട്. അതായത് ഹോട്ട് സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്വാപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓൺ ആയിട്ടിരിക്കുന്ന സമയത്ത്. അതായത് നമ്മളൊരു ഒരു ഡിവൈസിനെ പ്ലഗ് ചെയ്യുക, ഹോട്ട് പ്ലഗ് ചെയ്ത ഡിവൈസസ് പിന്നെ ഊരി അതിനെ റിപ്ലേസ് ചെയ്ത് കുത്തിക്കഴിഞ്ഞാൽ വീണ്ടും അതെടുക്കും. അതിനാണ് ഹോട്ട് സ്വാപ്പബിൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 ടേമും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പം ആ 3 ടേംസ് ഒന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് USB-യിലേക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ പെൻഡ്രൈവ് USB എന്നാണ് സാധാരണ നമ്മൾ പെൻഡ്രൈവിന് പറയുന്നത് അല്ലേ. ഫ്ലാഷ് ഡ്രൈവ്, USB ഡ്രൈവ് എന്നൊക്കെ നമ്മൾ പെൻഡ്രൈവിന് പറയാറുണ്ട്. അതും ഈ ഒരു സീരീസിൽ വരുന്നതാണ്. ഇനി 1-2 കാര്യങ്ങളൂടെ പറയുകയാണ്. USB സീരിയൽ പോർട്ടിനെ പാരലൽ പോർട്ടിനെയാണിത് റിമൂവ് ചെയ്ത് USB ഡിവൈസസ് ആക്കിയെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫിഗർ വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു പണ്ട് കാലത്തെ സിസ്റ്റത്തിൽ ഇങ്ങനൊരു പോർട്ട്, സീരിയൽ പോർട്ടും ഉണ്ടായിരുന്നു. ഇങ്ങനൊരു സീരിയൽ പോർട്ട് ഉണ്ടോ, ഇതാണ് സീരിയൽ പോർട്ട് എന്ന് പറയുന്നത്, ഇത് പാരലൽ പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ സിസ്റ്റത്തിലും പുതിയ ലാപ്ടോപ്സിലും ഒന്നും ഇങ്ങനെ 2 സാധനങ്ങൾ കാണാറില്ല. ഇപ്പോൾ സീരിയൽ പോർട്ട് നമ്മളിപ്പോൾ കറൻ്റ് നമ്മുടെ സിസ്റ്റത്തിലുള്ള പോർട്ടുകളുമായിട്ട് രൂപത്തിൽ വളരെ സാമ്യമുള്ള ഒന്നാണ്. ഫോർ എക്സാമ്പിൾ VGA പോർട്ട് എന്ന് പറയുന്നൊരു പോർട്ട് ഇപ്പോഴും നമ്മുടെ സിസ്റ്റത്തിൽ ഓൾമോസ്റ്റ് എല്ലാ സിസ്റ്റത്തിലും എല്ലാത്തിലും ഇല്ലെങ്കിലും മിക്കതിലും കാണാറുണ്ട്. പ്രൊജക്ടറുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റത്തിന് പുറകിലുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിനോടൊക്കെ ഒരു സാമ്യം തോന്നാം, പക്ഷെ അങ്ങനെയല്ല. ഇതാണ് സീരിയൽ പോർട്ടിനൊരു പാരലൽ പോർട്ട് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് പണ്ട് പ്രിൻറ്റേഴ്സിനും അങ്ങനത്തെയൊക്കെയുള്ള ഡിവൈസസിനും പിന്നെ അതുപോലെ തന്നെ PS2 കീബോർഡും മൗസൊക്കെ വരുന്നതിന് മുമ്പ് സീരിയൽ പോർട്ടുകളൊക്കെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതൊന്നും
കാണാറില്ല, പകരം USB ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ USB നെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.